എൻ്റെ പേര് ആർക്കിടെക്ട് വിനായക്. ഞാൻ കോക്സ് ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെ ഫൗണ്ടറും പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റുമാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ന്യൂ ഇനോഗ്രേഷനും കൂടെ നടക്കുകയാണ്, ഗ്രാനറ്റോഗ്രസിന്റെ ഒരു സ്പെഷ്യൽ സ്പേസ്. സോ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്? ആക്ച്വലി ഇവരെ ഫസ്റ്റ് ഇനാഗ്രേഷന്റെ ആ സമയത്ത് തന്നെ ആ ഫ്രണ്ട്ലെസ് സ്പേസ് ആണ് ആക്ച്വലി ഭയങ്കര എലഗന്റ് ആയിരുന്നു. കൊല്ലത്ത് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. ഉഷസ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഭയങ്കര നല്ല ഒരു ഓപ്ഷൻ ആയിരുന്നു. അവരുടെ ഓരോ ഡിസ്പ്ലേയും ഓരോ മോക്കും ഈ കസ്റ്റമേഴ്സിന് ഭയങ്കര ഒരു ഫീല് കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു ഔട്ട്ലുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതിന്റെ ഒരു എക്സാക്ട് റെപ്ലിക്കാണോ ഇവരിവിടെ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് എങ്ങനെയാണ് ബിസിനസ്സിൽ കൂടുതൽ ഈസി ആവാറുണ്ടോ? പൊതുവെ എല്ലാവരും ഫോട്ടോ കണ്ടിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, റെൻഡേഴ്സും ഒക്കെയാണ്. അപ്പൊ അവർക്ക് പലർക്കും ആ ഒരു ഐഡിയ കിട്ടത്തില്ല എന്താണ് ഫീല്, എന്ത് ടൈൽസ് ആണെന്നുള്ളത്. ഇവരിപ്പോ പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങും മോക്കപ്സ് ഒക്കെ വളരെ രസമായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മോക്കപ്പിൽ നിന്ന് നമുക്ക് ഐഡിയാസ് കിട്ടാറുണ്ട്. അതെ, ഇതുപോലെ ചെയ്യാൻ പറ്റും. ഈ കോമ്പിനേഷൻസ് ഒക്കെ പലരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് സെലക്ഷൻ ഈസിയാവും. പൊതുവേ ടൈൽ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയൊക്കെ സെലക്ഷൻ പണ്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ ഇതിൽ വരുമ്പോൾ നമുക്ക് ഒരു വീടിന് 1.5 hours മാക്സിമം പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റും. സാറിന്റെ കസ്റ്റമേഴ്സിന് ഫസ്റ്റ് ഓപ്ഷൻ നമ്മളാണോ അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസിൽ ഒരാളാണോ? ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ തന്നെയാണ്. കാരണം ഗ്രാനറ്റോഗ്രസിന്റെ ഓരോ മോഡൽസ് വരുമ്പോഴും അവർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു 2 months കൂടുമ്പോഴൊക്കെ ഇങ്ങനെ അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞു ഇനി ഒരു 35 മോഡൽസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ഭയങ്കര ഈഗറായിട്ട് നോക്കിയിരിക്കും അതുവരെ പുതിയ മോഡൽ ഏതാണ്. പിന്നെ ഒരുപാട് ഫിനിഷ് ഉണ്ട്. ചില ബ്രാൻഡ്സ് കളർ പാലറ്റ്സ് മാത്രം വെച്ച് ചെയ്യാറുണ്ട്, ഇപ്പം വേറെ പല ബ്രാൻഡ്സും. പക്ഷെ ഇവരുടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം വുഡൻ ആയാലും ഇപ്പം ഗ്ലോസി ആയാലും അല്ലെങ്കിൽ പുതിയ ഷീൻ ഫിനിഷ്, ബേബി സാറ്റിൻ ഫിനിഷ്, അപ്പം പല ടൈപ്പ് ഫിനിഷസ് എനിക്ക് തോന്നുന്നു ഇവർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവരെ മാത്രമേ കൂടുതൽ അറിയത്തുള്ളൂ.